ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട ഏവരുമേ, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കട്ടെ. സുറിയാനി പാരമ്പര്യമുള്ള ആരാധന വർഷത്തിൽ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തിന് ശേഷം വരുന്ന ഞായറാഴ്ച നീതിമാനായ യൗസേപ്പിനുണ്ടായ ദൈവിക വെളിപാടിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായ വേദഭാഗമാണ് വിശുദ്ധ തിരുവചനത്തിലൂടെ നാം പരിചയപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങളിലൂടെ ഈ സംഭവം നമുക്ക് ബോധ്യമാവുകയാണ്. ഏറെ പരാമർശങ്ങളൊന്നുമില്ലാത്ത നീതിമാനായ യൗസേപ്പിനെ കുറിച്ചുള്ളതായ വിവരണങ്ങൾ, പരിചയപ്പെടുത്തലുകൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23-ാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിലും യേശുവിനെ യൗസേപ്പിന്റെ മകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആരാണ് യൗസേപ്പ് പിതാവ്? മലാഖയുടെ മുമ്പിൽ നിശബ്ദനായി നിന്നവൻ, സ്ത്രീയുടെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചവൻ, ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെട്ടവൻ, ദേവാലയ ദർശനം മുടക്കാത്തവൻ, ബാലനായ പുത്രനെ തേടി ദേവാലയത്തിലേക്ക് തിരികെ ഓടിയവൻ, നീതിമാനായ യൗസേപ്പ്. ഈ യൗസേപ്പിന് ദൈവിക വെളിപാട് ഇതാ സ്വപ്നത്തിലൂടെ തനിക്ക് ലഭിക്കുകയാണ്. തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറിയം ഗർഭിണിയാണെന്നറിഞ്ഞ് ആകുലതയിലായിരിക്കുന്ന യൗസേപ്പിനെ സ്വാന്തനപ്പെടുത്തുന്ന അവളുടെ സംരക്ഷണ ചുമതല ഭരമേൽപ്പിക്കപ്പെടുന്നതുമെല്ലാം ഈ വാക്യങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. രണ്ട് പ്രത്യേകതകളാണ് നീതിമാനായ യൗസേപ്പിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുവാനും ബോധ്യപ്പെടാനും കഴിയുന്നത്. ഒന്നാമത്, നിയമത്തെക്കാൾ നിലവിളിക്ക് കാതോർത്തവനായിരുന്നു ജോസഫ്. മറിയത്തിൻ്റെ ഒരുപക്ഷേ ഹൃദയത്തിലെ നിലവിളി ഈ യൗസേപ്പിന് ബോധ്യമായിട്ടുണ്ടായിരിക്കാം. നിലവിളിക്ക് കാതോർത്തവൻ അത് നിയമത്തെക്കാൾ നിലവിളിക്ക് പ്രാധാന്യം കൊടുത്ത് അതിനെ ഓർത്തവനാണ് യൗസേപ്പ്. അതിനേക്കാൾ ഉപരി വെളിപാടിനായി കാതോർത്തവനാണ് ജോസഫ്. തൻ്റെ മുൻപിലുള്ളതായ ദൈവ ആഹ്വാനം അത് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ തരുന്നതാണെന്ന് ബോധ്യമായിട്ടു കൂടെ ദൈവിക വെളിപാടിനായി കാതോർത്ത് അത് നിർവഹിക്കുവാൻ തയ്യാറായ ജോസഫ് നമ്മുടെ മുമ്പിൽ നീതിമാൻ തന്നെ. പഴയ നിയമ പിതാവായിരിക്കുന്ന ജോസഫിന് വലിയ ദൗത്യത്തെക്കുറിച്ച്, ക്ലേശകരമായ ദൗത്യത്തെക്കുറിച്ച് ബോധ്യമായിട്ടുണ്ടെങ്കിൽ തന്നെയും ദൈവിക വെളിപാടിന് മുൻപിൽ നന്നായി പ്രതികരിച്ച് പ്രവർത്തിപ്പാൻ കഴിഞ്ഞ പഴയ നിയമ പിതാവായ ജോസഫ് നമുക്ക് സുപരിചിതനാണ്. തമ്പുരാനെ പറ്റ അമ്മ ദൈവിക ആഹ്വാനത്തിനു മുൻപിൽ ക്ലേശകരമായ ദൗത്യമാണ് ഏറ്റെടുക്കേണ്ടി വരുന്നതെന്നും അറിഞ്ഞിട്ടും
ദൈവിക പദ്ധതിക്ക് മുൻപിൽ നമ്മുടെ ശിരസ്കയായി നിന്ന മറിയത്തിൻ്റെ ദൈവിക ദർശനത്തിന് മുൻപിൽ വിനയാന്വിതയായ മറിയവും നമുക്ക് സുപരിചിതയാണ്. ആകയാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവഹിതം എൻ്റെ ഹിതമാണെന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ദൈവികാഹ്വാനത്തിന് മുൻപിൽ നാം എങ്ങനെ പ്രതികരിക്കണം എന്ന് ജോസഫ് ഈ പുണ്യപ്പെട്ട ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു വാചകം ഞാൻ വളരെ സ്നേഹത്തോടെ വിനയാന്വിതനായി ഓർമ്മപ്പെടുത്തട്ടെ. ലിസൺ ടു ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവ ശബ്ദത്തിന് കാതോർക്കുക. ദൈവിക വെളിപാടിന് മുൻപിൽ നമ്മുടെ ശിരസ്കരാകുക. ചുരുക്കത്തിൽ ലിസൺ ടു ദ വോയിസ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ തൻ്റെ യജമാനത്തിയായ സാറയുടെ കാഠിന്യം നിമിത്തം സഹിക്കവയ്യാതെ ഓടുന്ന ഹാഗാർ ദൈവിക വെളിപാട് ആഹ്വാനമനുസരിച്ച് ആരംഭിച്ചിടത്തേക്ക് മടങ്ങുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. ദൈവശബ്ദം കേട്ടനുസരിച്ച ഹാഗാർ. 2 ശമൂവേൽ 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവശബ്ദം കേട്ട് ശുശ്രൂഷ ആരംഭിച്ച ശമൂവേൽ പ്രവാചകൻ നമുക്ക് സുപരിചിതനാണ്. യഹോവേ അരുളി ചെയ്യണേ, അടിയൻ കേൾക്കുന്നു. ദൈവശബ്ദം കേട്ട് ശുശ്രൂഷ ആരംഭിച്ച പ്രവാചകനായ ശമൂവേൽ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ദൈവശബ്ദം കേട്ട് ന്യായപാലനം ചെയ്ത ഗിദയോനെയും നമുക്ക് പരിചയപ്പെടാൻ കഴിയും. ഈ 3 പേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവശബ്ദത്തിന് കാതോർത്തവരാണെങ്കിൽ, ദൈവിക വെളിപാടിന് മുൻപിൽ നന്നായി പ്രതികരിച്ചവരാണെങ്കിൽ, ഈ ലോക ജീവിതത്തിൽ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ ദൈവശബ്ദത്തിനു വേണ്ടി കാതോർത്ത് ദൈവശബ്ദത്തിനു മുൻപിൽ വിനയത്തോടെ നിന്ന് അരുളി ചെയ്യണേ എന്ന് വിനയത്തോടെ പറഞ്ഞ് ദൈവഹിതം എൻ്റെ ഹിതമാണെന്ന് പ്രതികരിക്കുവാൻ കഴിയട്ടെ. ദൈവഹിതം എൻ്റെ ഹിതം. യൗസേപ്പ് ഇത് തന്നെ നിവർത്തിച്ചു. നീതിമാനായ യൗസേപ്പ് ഇത് തന്നെ നിവർത്തിച്ചു. നമുക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഉപസംഹരിക്കട്ടെ, ദൈവഹിതം എൻ്റെ ഹിതം. ദൈവം അനുഗ്രഹിക്കട്ടെ.